ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ഓഡിറ്റർ ക്വസ്റ്റ്യൻ കോഡ് 104/2018 ക്വസ്റ്റ്യൻ പേപ്പറിലെ 71 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. 71ാമത്തെ ചോദ്യം. Identify the subject in sentence. The first 3 chapters of the book are written in a beautiful style. Option A, the first. Option B, the first 3. Option C, the first 3 chapters. Option D, the first 3 chapters of the book. Correct answer, option D, the first 3 chapters of the book. 72ാമത്തെ ചോദ്യം. Choose the correctly spelled word. Option A, ADRESS. Option B, ADDBERC. Option C, ALTOGETHER. Option D, ANOUNCE. Correct answer, option C, ALTOGETHER. 73ാമത്തെ ചോദ്യം. Identify the correct form of the word. I dash down every afternoon after lunch. Option A, lie. Option B, lay. Option C, lied. Option D, am lying. Correct answer, option A, lie. 74ാമത്തെ ചോദ്യം. Give one word substitute for. Write words or letters in the letters of a different alphabet. Option A, transitory. Option B, transliterate. Option C, translate. Option D, transcommunicate. Correct answer, option B, transliterate. 75ാമത്തെ ചോദ്യം. Give the correct verb form. He asked if anyone dashed his glasses. Option A, had seen. Option B, have seen. Option C, seen. Option D, saw. Correct answer, option A, had seen. Give the correct form of verb. Many a cup and saucer dash been broken. Option A, have. Option B, has. Option C, is. Option D, are. Correct answer, option B, has. 77ാമത്തെ ചോദ്യം. Identify the meaning of italicized word. The brothers fell out over their father's property. Option A, fell down. Option B, sold. Option C, continue. Option D, quarreled. Correct answer, option D, quarreled. Give the antonym of the italicized word. His behavior disgusted everyone. Option A, gusted. Option B, pleased. Option C, irritated. Option D, surprised. Correct answer, option B, pleased. Choose the correct option. I should be grateful if you dash send me an application form. Option A, will. Option B, would. Option C, may. Option D, can. Correct answer, option B, would. Choose the preposition. The rule is applicable dash everyone. Option A, of. Option B, with. Option C, to. Option D, about. Correct answer, option C, to. 81ാമത്തെ ചോദ്യം. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ, ഹാർദം. ഓപ്ഷൻ ബി, ഹാർദവം. ഓപ്ഷൻ സി, ഹാർദവം. ഓപ്ഷൻ ഡി, ഹാർദവം. കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി, ഹാർദവം. 82 ശരിയായ പദം ഏത്? ഓപ്ഷൻ എ, ഐച്ഛികം. ഓപ്ഷൻ ബി, ഐച്ഛികം. ഓപ്ഷൻ സി, ഐച്ഛികം. ഓപ്ഷൻ ഡി, ഐച്ഛികം. കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ, ഐച്ഛികം. ശരിയായ വാക്യം ഏത്? അധ്യാപകന്റെ പ്രസംഗം പ്രചോദനപരവും പ്രേരണാപരവുമായിരുന്നു. ഓപ്ഷൻ ബി, അധ്യാപകന്റെ പ്രസംഗം
പ്രചോദനം നൽകുന്നതായിരുന്നു. ഓപ്ഷൻ സി അധ്യാപകന്റെ പ്രസംഗം പ്രേരണാപരമായിരുന്നു. ഓപ്ഷൻ ഡി അധ്യാപകന്റെ പ്രസംഗം പ്രചോദകവും പ്രേരണാപരവുമായിരുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അധ്യാപകന്റെ പ്രസംഗം പ്രചോദനം നൽകുന്നതായിരുന്നു. ഒറ്റപ്പദമാക്കുക. 84-ാമത്തെ ചോദ്യം ഒറ്റപ്പദമാക്കുക. ലോകത്തെ സംബന്ധിച്ചത്. ഓപ്ഷൻ ലൗകികം. ഓപ്ഷൻ ബി ലോകൈകം. ഓപ്ഷൻ സി ലൗകികം. ഓപ്ഷൻ ഡി ലോകായതം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ലൗകികം. 85 ശരിയായ വിപരീത പദം ഏത്? ശാന്തം. ഓപ്ഷൻ എ അശാന്തം. ഓപ്ഷൻ ബി ദേഷ്യം. ഓപ്ഷൻ സി വീരം. ഓപ്ഷൻ ഡി രൗദ്രം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി രൗദ്രം. 86-ാമത്തെ ചോദ്യം ലേഖകൻ എന്ന വാക്കിന്റെ എതിർലിംഗം ഏത്? ഓപ്ഷൻ എ ലേഖക. ഓപ്ഷൻ ബി ലേഖിക. ഓപ്ഷൻ സി ലേഖകി. ഓപ്ഷൻ ഡി ലേഖകി. 86-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ലേഖിക. ഇനി 87-ാമത്തെ ചോദ്യം ചേർത്തെഴുതുക. ഹൃദ് പ്ലസ് വികാരം. ഓപ്ഷൻ എ ഹൃദയവികാരം. ഓപ്ഷൻ ബി ഹൃദ്വികാരം. ഓപ്ഷൻ സി ഹൃദ്വികാരം. ഓപ്ഷൻ ഡി ഹാർദവം. 87-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ഹൃദ്വികാരം. 88 താഴെ പറയുന്ന പഴഞ്ചൊല്ലിന്റെ സാരസ്യം എന്ത്? മുറിവൈദ്യൻ ആളെ കൊല്ലും. ഓപ്ഷൻ എ അല്പജ്ഞാനം ആപത്താണ്. ഓപ്ഷൻ ബി വൈദ്യൻ നിസ്സാരനാണ്. ഓപ്ഷൻ സി പരിശീലനം നേടിയില്ലെങ്കിൽ പരാജയമടയും. ഓപ്ഷൻ ഡി വൈദ്യശാസ്ത്രം ഗഹനമാണ്. 88-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ അല്പജ്ഞാനം ആപത്താണ്. പിരിച്ചെഴുതുക. ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം. ഓപ്ഷൻ എ ക്രോധമല്ലോ പ്ലസ് നിജ പ്ലസ് ധർമ്മക്ഷയം പ്ലസ് കരം. ഓപ്ഷൻ ബി ക്രോധ പ്ലസ് മല്ലോ പ്ലസ് നിജ പ്ലസ് ധർമ്മക്ഷയ പ്ലസ് കരം. ഓപ്ഷൻ സി ക്രോധം പ്ലസ് അല്ലോ പ്ലസ് നിജ പ്ലസ് ധർമ്മ പ്ലസ് ക്ഷയകരം. ഓപ്ഷൻ ഡി ക്രോധമല്ലോ പ്ലസ് നിജധർമ്മ പ്ലസ് ക്ഷയകരം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ക്രോധം പ്ലസ് അല്ലോ പ്ലസ് നിജ പ്ലസ് ധർമ്മം പ്ലസ് ക്ഷയകരം. താഴെ പറയുന്ന കടങ്കഥയുടെ ശരിയുത്തരം ഏത്? കൊക്കിരുന്നു കുളം വറ്റി. ഓപ്ഷൻ എ വയൽ. ഓപ്ഷൻ ബി കിണർ. ഓപ്ഷൻ സി എൻജിൻ. ഓപ്ഷൻ ഡി റാന്തൽ വിളക്ക്. 90-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി റാന്തൽ വിളക്ക്. 91-ാമത്തെ ചോദ്യം ഇൻ കമ്പ്യൂട്ടർ ലോജിക്കൽ ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ബൈ. ഓപ്ഷൻ എ കൺട്രോൾ യൂണിറ്റ്. ഓപ്ഷൻ ബി ALU. ഓപ്ഷൻ സി പ്രൈമറി മെമ്മറി. ഓപ്ഷൻ ഡി CPU. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ALU. ഡാഷ് ഈസ് എ വോളറ്റൈൽ മെമ്മറി. ഓപ്ഷൻ എ SRAM. ഓപ്ഷൻ ബി DRAM. ഓപ്ഷൻ സി ബോത്ത് A and B. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ബോത്ത് A and B. 93-ാമത്തെ ചോദ്യം വിച്ച് പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ഇൻ WWW. ഓപ്ഷൻ എ PPP. ഓപ്ഷൻ ബി IP. ഓപ്ഷൻ സി FTP. ഓപ്ഷൻ ഡി HTTP. 93-ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി HTTP. 94-ാമത്തെ ചോദ്യം എസ്പാൻ GUI. ഓപ്ഷൻ എ ഗ്രാഫിക്കൽ യൂസർ ഇൻസ്റ്റൻസ്. ഓപ്ഷൻ ബി ഗ്രാഫിക്കൽ യൂസർ ഇന്റർമീഡിയറ്റ്. ഓപ്ഷൻ സി ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. ഓപ്ഷൻ ഡി ഗ്രാഫിക്കൽ യൂസർ ഇൻസ്റ്റൻസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. IC chips are used in which generation of computer? Option A second generation. Option B third generation. Option C fourth generation. Option D both A and B. 95-ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ബി തേർഡ് ജനറേഷൻ. 96-ാമത്തെ ചോദ്യം മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. ഓപ്ഷൻ എ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്ഷൻ ബി ഡിസ്പ്ലേ ഡിവൈസ്. ഓപ്ഷൻ സി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓപ്ഷൻ ഡി സിസ്റ്റം സോഫ്റ്റ്വെയർ. 96-ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ഉത്തരം ഓപ്ഷൻ സി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ്. ഓപ്ഷൻ എ വെബ് പേജ്. ഓപ്ഷൻ ബി HTML പേജ്. ഓപ്ഷൻ സി ബോത്ത് A and B. ഓപ്ഷൻ ഡി HTTP പേജ്.
97-ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. Bing is a option A website, option B business software, option C search engine, option D social media. 98-ാമത്തെ ചോദ്യത്തിൻ്റെ കറക്റ്റ് ഉത്തരം ഓപ്ഷൻ സി, സെർച്ച് എഞ്ചിൻ. 99-ാമത്തെ ചോദ്യം, മൂവിംഗ് ഫ്രം one web page to another web page is known as option A attaching, option B changing, option C downloading, option D browsing. Correct answer option D browsing. Which of the following come under cybercrime? Option A IPR, option B plagiarism, option C pornography, option D all of the above. Correct answer option D all of the above. ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇന്ന് നമ്മൾ സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ കോഡ് 104/2018 71 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കിയത്. ഇനി അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.